ആക്ച്വലി ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ റിയൽ ഫ്ലവർ പ്രോമിനന്റ് ആയി നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ശരിക്കും റിയൽ ഫ്ലവർ ബൊഗെൻവില്ലയുടെ. ഈ പുറത്തുള്ള ഈ 3 സാധനങ്ങൾ നമ്മൾ ഫ്ലവർ എന്ന് പറയുന്ന കളറുള്ള സാധനം ഫ്ലവർ അല്ല, അതിന് ബ്രാക്ട്സ് എന്നാ പറയാ, ബ്രാക്ട്. ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു മായാലോകത്താണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയുള്ള ബൊഗൻവില്ല സാമ്രാജ്യത്തിലാണ് ഇന്നത്തേക്ക് എൻ്റെ വരവ്. ഇത് നമ്മുടെ സൂരജ് ഡോക്ടറാണ്. ഡോക്ടറിന്റെ ഈ ഒരു പർദീസയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയാലും വലിയ സന്തോഷം. ഞാൻ ഡോക്ടർ സൂരജ്, ഞാൻ ഓർത്തോപെഡിക് സർജനാണ്. ഞാൻ ഇവിടെ AP വർക്കി ഹോസ്പിറ്റൽ, അതായത് പിറവത്തിനടുത്ത് ആരക്കുന്ന AP വർക്കി ഹോസ്പിറ്റലിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബൊഗെൻവില്ലയോടുള്ള ഈ ക്രൈസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 കൊല്ലം കഷ്ടി അത്ര ആയിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് എന്താ പറയുക, ഒരു മെൻ്റൽ സ്ട്രെസ് ബസ്റ്റർ ആയിട്ട്, ശരിക്കും നമ്മുടെ ടെൻഷൻസ് ഒക്കെ കളഞ്ഞ് എന്താ പറയുക, നമ്മളുടെ ഒരു ഹ്യൂജ് ഡിസ്ട്രാക്ഷൻ അത്. ഇപ്പം രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുറേ മണിക്കൂറുകൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വേറെ ഗാർഡനറൊന്നുമില്ല, ഞാനിങ്ങനെ തന്നെത്താനെ തന്നെ ഇതിൻ്റെ പരിചരണമൊക്കെ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും പ്ലാന്റ്സ്, അതും വലിയ വലിയ പ്ലാന്റ്സ് ആണല്ലോ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ നനയ്ക്കലും ബാക്കി പരിപാടികളല്ല. അത് ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാലും അത് കൊണ്ടുവരുന്ന സമയത്ത് നഴ്സറിയിൽ അല്ലെങ്കിൽ അവർ നന്നായി പരിപാലിക്കപ്പെട്ട ചെടിയാണെങ്കിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഗ്ലാമറൊക്കെ പോകും. അത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇരിക്കുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ ഇതിനിപ്പം പ്രൂൺ ചെയ്യണം, അതിന് വളം കൊടുക്കണം, അതിന് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ അടിക്കുകയോ റൂട്ടിൽ കൊടുക്കുകയല്ല. അതിപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഉള്ളപ്പോൾ അതിങ്ങനെ നമ്മൾ റെഗുലർ ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കണം. യു നീഡ് ടു സ്പെൻഡ് സം ടൈം. പക്ഷെ ആ ടൈം പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഡോക്ടറല്ലേ എങ്ങനെയാ ഒക്കെ, എന്താ പറയുക, നമ്മുടെ പണിയുടെ ഇടയിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ രാത്രി, എന്നെ സംബന്ധിച്ചിടത്തോളം ഡേ എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ചിലപ്പം. ഇന്നലെ രാത്രി 12 മണിക്ക് ഒരു ചെറിയ റിപ്പോർട്ട് ചെയ്തു, 2 പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് നമ്മൾ ഇവിടെ ലൈറ്റെല്ലാം വെച്ചിട്ടുണ്ട് രാവിലെ. അപ്പൊ നമുക്ക് അതൊരു പ്രോബ്ലം അല്ല. അപ്പം സമയം തന്നെ പോന്നോളും. നമുക്ക് ആ ഒരു പാഷൻ, ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പൊക്കോളും. അപ്പൊ എന്തായാലും ഇത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. എത്ര മണിക്കൂർ ഇപ്പൊ ഇത് പലപ്പോഴും ഇവിടെ ഇരുന്ന് ഇപ്പം നമ്മുടെ കാർ പോർച്ചിന്റെ ഫ്രണ്ടിൽ ഇത്രയും ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, ഇത് ഞങ്ങൾ രാത്രി ഇവിടുന്ന് വർത്താനം പറഞ്ഞ് ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കാണാം ചെടികൾ. അത് കണ്ടിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്ന് അതിങ്ങനെ നോക്കിയിരുന്നു. അത് പലപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ചെടികൾ കാരണം കൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പോകും. അവിടെ നിന്ന് എണീച്ച് പോകാൻ തോന്നൂല. അത്രയ്ക്ക് എത്ര കണ്ടാലും മതിയാവൂല. അത് ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് അത് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ബോറടി ഇല്ല. ഇത് എത്ര കണ്ടാലും ഒരു ചെടി, നമ്മളിപ്പോ ഞാൻ ചുരുങ്ങിയത് ഒരു ഡേ, ഇപ്പൊ ഹോസ്പിറ്റലില് പേഷ്യൻസിനെ കാണാൻ ഒരു ദിവസം 1 തവണ റൗണ്ട്സ് എടുക്കും. റൗണ്ട്സ് ആണ് ഇതിന് പറയാ. ഇവിടെ ഞാനൊരു 15-20 റൗണ്ട്സ് എടുക്കും വീട്ടില് ചെടികളുടെ എല്ലാം കൂടെ. അപ്പൊ അവിടെ ഹോസ്പിറ്റലാണെങ്കിൽ രാവിലെ പോയിട്ട്, ഞാൻ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ആണ്. മുട്ട് മാറ്റി വയ്ക്കും, ഇടുപ്പ് മാറ്റി, ജോയിന്റ് റീപ്ലേസ്മെന്റ്. അപ്പൊ രാവിലെ അവിടെ കാൽമുട്ട് സന്ധിയും ഇടുപ്പ് സന്ധികളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന വൈകുന്നേരം ചട്ടികൾ മാറ്റി വയ്ക്കും. അതും സന്തോഷം, ഇതും സന്തോഷം, രണ്ടും ഈക്വലി എന്താ പറയാ, ഇതാണ് മറ്റേ നമുക്ക് ഒരുപോലെ സന്തോഷം തരുന്നു അല്ലെ.
ഒരുപാട് കേട്ടറിവുകൾക്ക് ശേഷമാണ് ഞാൻ സൂരജ് ഡോക്ടറുടെയും മിന്നു ഡോക്ടറുടെയും വീട്ടിലേക്ക് എത്തിയത്. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ച വളരെ വളരെ മനോഹരമായിരുന്നു. വളരെ വലിയ പോട്ടുകളിൽ വളരെ വലിയ ബൊഗൻവില്ലകൾ നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അത് മാത്രമല്ല, ഇലച്ചെടികളും ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ വേറെയുമുണ്ട്. ഹാങ്ങിങ് പോട്ടുകൾ ഒരു വ്യത്യസ്തതയാർന്ന കാഴ്ചയാണ് നമ്മൾക്കായിട്ട് കാണിച്ചു തരുന്നത്. വലിയ വലിയ ഹാങ്ങിങ് പോട്ട്സ്, അതിനകത്ത് വളരെ മനോഹരമായ ബൊഗൻവില്ലകൾ തൂക്കിയിട്ടിരിക്കുന്നു. ബൊഗൻവില്ലകൾ തലയാട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. അതുപോലെ ആ ഒരു സിറ്റ് ഔട്ടും അതെല്ലാം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സിറ്റ് ഔട്ടിലിരുന്ന് ചെറിയ ലൈറ്റിൽ ആ ബൊഗൻവില്ല തോട്ടത്തെ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ നിറയും. കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതോടൊപ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും നൽകുന്ന കാഴ്ചയാണ് ഡോക്ടറുടെ വീട്ടിലേത്. ഓരോ ചെടികളുടെയും ഐഡിയും അതുപോലെ തന്നെ അതിൻ്റെ പേരുകളുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. മരുന്നുകൾ കുറിക്കുന്നത് പോലെ എത്ര രസമായിട്ടാണ് ഡോക്ടർ ഈ ഒരു പേരുകൾ പറയുന്നത്. മരുന്നുകൾ കുറിക്കുമ്പോൾ രോഗത്തിന് ശമനം കിട്ടുന്നത് പോലെ ഈ പൂക്കളുടെ പേരുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വല്ലാതെ അങ്ങോട്ട് സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. രോഗികളെ മാത്രമല്ല, മറിച്ച് ചെടികളെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ സൂരജ് ഡോക്ടർ. ഒപ്പം നിഴലായി, തണലായി, കൂട്ടായി മിന്നു ഡോക്ടറുമുണ്ട്. ഡോക്ടറുടെ ഈ ചെടിത്തോട്ടത്തിലെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്ര മനോഹരമാണ് ഈ ഒരു പറുദീസ. ശരിക്കും പറുദീസ എന്ന് നമുക്കറിയാതെ വിളിച്ചു പോകാൻ തോന്നും. അതായത് ബൊഗൻവില്ലകളും മറ്റുള്ള ചെടികളുമെല്ലാം, ഇലച്ചെടികളും അടീനിയങ്ങളും ഒരുപാട് ചെടികൾ ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. ഇങ്ങനെ പൂക്കളിൽ ചെറിയൊരു പാറ്റേൺ അങ്ങനെ കയറി ഒരു വൈറ്റിഷ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എപ്പോഴും പൂക്കളാണ്. ഈ ഒരു സെറ്റ് പൂക്കൾ പോയി വരുമ്പോഴേക്കും അടിയിൽ നിന്ന് വേറെ മുട്ടുകൾ വിരിഞ്ഞു വരുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത്. അപ്പൊ ഇത് ഫുൾ ടൈം എപ്പോഴും പൂക്കളില്ലാത്തൊരു സമയമില്ല. ഇതൊരു വളരെ പഴയ പ്ലാന്റ് ആണ്. ഒരു 10-15 കൊല്ലം പഴക്കമുള്ള ഒരു പഴയ പ്ലാന്റ് ആണ്. ഇതിന് ഒരു പ്രോബ്ലം ഉള്ളത്, ഇത് കുറച്ച് സെൻസിറ്റീവ് ആണ്. നമ്മൾ മഴക്കാലത്ത് എനിക്ക് അങ്ങനെ ഒരു ഇത് പറ്റി. ഇതിന്റെ കുറച്ച് ഭാഗം ഒരു പോർഷൻ ചീഞ്ഞു പോയി, ഈ പ്ലാന്റിന്റെ തന്നെ. അത് മഴയത്ത് ഇങ്ങനെ വെള്ളം കുറച്ച് ഇതുണ്ടായി. ഞാൻ കെയർഫുൾ ആയിരുന്നു. അതിന് പിന്നെ റീപോർട്ട് ചെയ്തപ്പോ ഇങ്ങനെ. അപ്പൊ മഴക്കാലത്ത് ഒന്ന് കെയർഫുൾ ആവണം. അത് ഒന്ന് മാറ്റി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് സെൻസിറ്റീവ്. അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്. ഇത് സാറിന്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമോ? അല്ല, കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാം. അത് ഇപ്പം അതിന്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. നഴ്സറീസിലൊക്കെ അവർ ചെയ്യും. അവർക്ക് അതിന്റെ ടെക്നിക്സ് ഉണ്ട്, റൂട്ടിംഗ് ഹോർമോൺ എന്നെല്ലാം വെച്ചിട്ട്. ഞാൻ ഇവിടെ പ്രൊപ്പഗേഷൻ ഒന്നും ഇല്ല. ചെടി കൊണ്ടുവരാ, അത് പരിപാലിക്കാന്നുള്ളൂ. അല്ലാതെ ഞാനിതൊന്ന് വേറെ ഇത് നട്ട പിടിക്കുവോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ പ്രോബ്ലം ഇത് മിക്കവാറും അല്ല. നമ്മൾ വെറുതെ സാധാരണ നാടൻ ചെടി വെക്കുന്ന പോലെ കമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ പിടിക്കില്ല. അത് ബുദ്ധിമുട്ടാണ്. അത് അതിന് ഗ്രാഫ്റ്റിംഗ്, അതുകൊണ്ടാണ് പലരും ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. നാടൻ തണ്ടിലേക്ക്. നാടൻ തണ്ട് റൂട്ട് സ്റ്റോക്ക് വേറെയാ, നാടൻ ബൊഗൻവില്ലയുടെ. അപ്പൊ അതിന്റെ വളർച്ചയുണ്ട്. ആ വളർച്ച യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഹൈബ്രിഡ്സ് അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ഒരു മൾട്ടി ഗ്രാഫ്റ്റർ. ഇപ്പൊ അത് എല്ലാവരും ചെയ്യുന്ന ഗ്രാഫ്റ്റിംഗ്. പക്ഷെ റൂട്ടഡ് പ്ലാന്റ് പിടിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റിനെക്കാളും നല്ലത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. കാരണം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ചിലപ്പോൾ നമ്മുടെ ആ ഒരു
റൂട്ട് സ്റ്റോക്ക് ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു 1-2 ചെടികൾ അങ്ങനെ പോയിട്ടുണ്ട്, ഗ്രാഫ്റ്റഡ് ചെടികൾ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കുറവാണ്, ഒരു മെജോറിറ്റിയും റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതിന്റെ വേറൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അപ്പുറത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് ഒരു പ്രത്യേകതയാണ്, ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ടൈപ്പ്. വെറൈറ്റീസിൽ കുറച്ചുണ്ട്. അത് മറ്റേ ചില്ലി ഐസ്ക്രീം ഉണ്ട്, അത് ചില്ലി റെഡ് ഉണ്ട്, പിന്നെ ചില്ലി യെല്ലോ ഉണ്ട്. അതായിക്കണ ചില്ലി യെല്ലോ ആണ്, ചില്ലി യെല്ലോ. പിന്നെ ചില്ലി പിങ്ക് ഉണ്ട്. ചില്ലി പിങ്ക് ഇവിടെ ഇല്ല, അത് നല്ലൊരു പ്ലാന്റ് കിട്ടാത്തതുകൊണ്ട് അത് കിട്ടുമ്പോൾ ഞാൻ വാങ്ങാന്ന് വെച്ചിട്ട്. അപ്പൊ ഇത് ഇതിന്റെയൊക്കെ ചെറിയ ലീവ്സ് കുറച്ചിങ്ങനെ ചുരുണ്ട ലീവ്സാ, ഒരു പ്രത്യേക ഭംഗിയാ. ഫ്ലവർ ആണെങ്കിലും അതിങ്ങനെ ഒരുപാട് വലിയ ഫ്ലവേഴ്സ് അല്ല, അങ്ങനെ വിരിഞ്ഞു വരില്ല. ഇത് ഇത്തവണ ഇറങ്ങിയ ഒരു വെറൈറ്റിയാണ്, വയലറ്റ് സെപ്റ്റംബർ എന്ന് അതിന്റെ പേര്. ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഇതിൽ ആ വേരിയേഷൻ പാറ്റേൺ കാണുന്നില്ല, പക്ഷെ ഇതിൽ പുതിയ ഫ്ലവേഴ്സ് വരുമ്പോ അതിലിങ്ങനെ ചെറിയ ചെറിയ കുത്തുപോലെ, വെള്ള കുത്തുപോലെ. അപ്പൊ അത് ചില സമയത്ത് ഈ പ്ലാന്റ്സിന്റെ തന്നെ ആ ഫ്ലവേഴ്സിന് ചിലപ്പോ ഇങ്ങനെ വ്യത്യാസം വരും. ഇതിപ്പോ പക്ഷെ ഇതിങ്ങനെ കൊലകുത്തി നിൽക്കുന്നതാണ്. വയലറ്റ് സെപ്റ്റംബർ എന്ന് അതിന്റെ പേര്. മോൾക്ക് ചെടി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇതും അതുപോലെ നിറച്ചും പൂക്കളുള്ള ഒരു ചെടിയാ. ഇതെന്ന് വെച്ചാല് പൂ വന്ന ഇതിന്റെ പേര് സിൽവർ റെഡ് എന്നാണ്. സിൽവർ എന്ന് പറഞ്ഞ ഈ ഇലകളുടെ പേരിട്ടിരിക്കുന്നത്. ഇലകള് ഗ്രീനിന്റെ പുറത്ത് ഒരു ഈ ഗ്രേയിഷ് ഒരു പാറ്റേൺ വരികയാണ്. ഇതിന് സിൽവർ എന്നാ പറയുന്നത്. ഇങ്ങനത്തെ ഈ സിൽവറിന്റെ റെഡ് ഉണ്ട്, സിൽവർ ഇതിപ്പോ സിൽവർ റെഡ് ആണ്. സിൽവറിന്റെ ഓറഞ്ച് ഉണ്ട് അപ്പുറത്ത്, ഒരു ഗ്രാഫ്റ്റഡ് ചെടി. ഇത് പൂക്കളാണെങ്കിലും അതിന്റെ ഫ്ലവറിന്റെ ഷേപ്പ് ഒക്കെ ഒരു ഡിഫറെന്റ് ആണ്. കുറച്ചിങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഷേപ്പുള്ള പൂക്കളാണ്. അത് നിറച്ചും പൂക്കളായിട്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ മേലേക്ക് നിൽക്കും. അത് ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്താ അറിയില്ല, പക്ഷെ ഒരു അസാധ്യ ഭംഗിയാണ്. ലീഫിനും പ്രത്യേക ഭംഗിയാണ്. ഇത് ഒരു ഇന്ത്യൻ വെറൈറ്റി, ഇന്ത്യൻ ഹൈബ്രിഡ് ആണ്. ഇതിന്റെ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. മോണ്ടുറിങ് ഗ്രൂപ്പിൽ പെടുന്നതാ. ഇത് ചിത്ര ക്രീം എന്നാ അതിന്റെ പേര്. ചിത്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അത് കുറച്ച് നാൾ മുമ്പേ ഉള്ളതാ. ഇപ്പൊ റീസെന്റ് വന്നു തുടങ്ങിയതാ ചിത്ര ക്രീം. ഇതേമാതിരി കുറെ ഉണ്ട്, സൂഫിയ ഇന്ത്യാന, മറ്റേ വാജിദ് അലീഷ, ബീഗം സിക്കന്ദർ എന്നൊക്കെ പറഞ്ഞ കുറെ വെറൈറ്റീസ്. ഫ്ലവേഴ്സ് ഒക്കെ ഇതിന് വെച്ചാല് കളർ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ പല ഡിഫറെന്റ് വെറൈറ്റീസിലെയും കളേഴ്സ് മാറി 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 മറിഞ്ഞു വരും. എല്ലാ ബൊഗൻവില്ലയുടെയും പേര് ഡോക്ടർക്ക് അറിയാം. ടീച്ചർ, ഇത് വേറൊരു വെറൈറ്റി. ഇത് ഒരു എന്താ പറയാ, അധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി ഇല്ല, റേ ഫിഷ് എന്നതിന്റെ പേര്. ഇതിന്റെ വാരിഗേറ്റഡ് ലീവ്സ് ആണ്. ആ ലീവ്സിൽ തന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ വെട്ട് പോലെയാ, ഇങ്ങനെ മുറിച്ചു വെച്ച പോലെ ലീവ്സ്. പിന്നെ ഈ പൂക്കളാണെങ്കിൽ അങ്ങ് വിരിയില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കള്. ഇതിപ്പോ ആക്ച്വലി പൂ വന്നിട്ട് ഇതിനേക്കാളും നിറച്ച് പൂ നിൽക്കുന്നതാ. ഇതിപ്പോ പൂ വന്ന് പോകുന്ന ഒരു ഫേസാ. ബട്ടർഫ്ലൈ മജന്റ വെരിഗേറ്റഡ് ലീഫുള്ള ബട്ടർഫ്ലൈ മജന്റ. ഇതിലും അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഭംഗിയാ, ആ ഫ്ലവേഴ്സിന്റെ ഷേപ്പും വാരിഗേറ്റഡ് ലീവ്സും. ഇതും ഫുൾ ടൈം ഫ്ലവറിംഗ്. അതായത് ഒരു സെറ്റ് പോകുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് വേറെ മുട്ടുകൾ വന്നിങ്ങനെ എപ്പോഴും പൂക്കളാ. പൂക്കൾക്കൊരു പ്രത്യേകതയാണ്. പൂക്കളൊരു പ്രത്യേകതയാണ്, അതിന്റെ കളറും അതിന്റെ ഷേപ്പും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്. ലീവ്സിന് അങ്ങനെ വലിയ പ്രത്യേകതയില്ല, പക്ഷേ ഈ ലീവ്സ് എല്ലാം കവേർഡ് ആവും. ഇത് ഈ പൂക്കള് ഒരു പ്രത്യേക പിങ്ക് ആൻഡ് വൈറ്റ്, അതിന്റെ ആ ഫ്ലവറിന്റെ ഷേപ്പും ഇതും നിറച്ചും പോരും. ഇതിന്റെ പേര് ഇംപീരിയൽ തായ് ഡിലൈറ്റ് എന്നാണ്. ഇതിന്റെ വേറൊരു തായ് ഡിലൈറ്റ് ഉണ്ട്, സിൽവർ തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ്. അതിന്റെയും പൂക്കള് സിമിലർ ആ, പക്ഷെ ലീവ്സ് ഡിഫറെന്റ്. സിൽവർ നേരത്തെ പറഞ്ഞ പോലെ ലീവ്സിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് മിറിഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാ. ഇതില് ഈ പറഞ്ഞ പോലെ പൂക്കള് ഒരു പ്രത്യേക കളർ, അതിന്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ, അതിന്റെ ഷേപ്പും ഡിഫറെന്റാ. പിന്നെ അതിന്റെ ഇലകള് സാധാരണ ബൊഗൈൻവില്ലയുടെ ഇലകൾ പോലെയല്ല, കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. പെട്ടെന്ന് കണ്ട പൂക്കൾ കണ്ടാൽ ബൊഗൈൻവില്ല എന്ന് പറയും, ആ ചെടി കണ്ടാൽ ചിലപ്പോൾ ബൊഗൈൻവില്ലയുടെ ഒരു ലുക്ക് അല്ല. ഗ്രീനിഷ് കൂടുതലും ഉണ്ടല്ലേ, ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ്. ഇത് സിൽവർ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിന്റെ ലീവ്സും അതെ മറ്റേ സിൽവർ റെഡ് പോലത്തെ ലീവ്സ് ആണ്, പക്ഷെ ഫ്ലവേഴ്സ് ഇതിപ്പോ കുറച്ചൊന്ന് ഫെയ്ഡ് ആയതാ. മറ്റേ വെയില് കൊണ്ടിട്ടും പിന്നെ അല്ലാതെ ഇപ്പൊ പൂ പോകുന്നൊരു ഫേസാ, കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ കളർ ആയത്. ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്, പക്ഷെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും.
ഇനിഷ്യലി വരുമ്പോൾ. ഇത് മഷൂറി ഓറഞ്ച് എന്നാ ഇതിന്റെ പേര്. ഇത് ഒരു വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള പ്ലാന്റ്, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അത് മൊട്ട് പോലെ ഫുൾ വിരിയില്ല, ഇങ്ങനെ ഫ്ലവേഴ്സ് ചെറുതാണ്, ഫുൾ വിരിയാത്ത ടൈപ്പ് ഫ്ലവേഴ്സ്. ഏകദേശം നമ്മുടെ ടാങ്ലോങ് വെറൈറ്റി പോലെ ഇരിക്കും. പക്ഷെ ടാങ്ലോങ് അല്ല ഇത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പഴക്കമുള്ള ഒരു പ്ലാന്റാ. ഇതിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മഷൂറി പിങ്ക് എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ കാണിച്ചു തരാം, അപ്പുറത്തിരിപ്പുണ്ട്. അത് ഇതിനേക്കാളും ഭംഗിയാ കാണാൻ. ഇത് മൊണാലിസ എന്ന് പറഞ്ഞിട്ടുള്ള മൊണാലിസയുടെ യെല്ലോ കളറാണ്. ഇതിന്റെ ലീവ്സ് ഭയങ്കര ഡാർക്ക് ഗ്രീൻ, ഒരു ഗ്ലോസി ലീവ്സ് ആണ്, ഒരു ആലീലയുടെ ഷേപ്പ്. അതുകൊണ്ട് മലയാളത്തില് ഇപ്പൊ ചില നഴ്സറിക്കാർ ആലീല എന്ന് പറയാറുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ എപ്പോഴും പൂക്കളാ. ഒരു സെറ്റ് പോയി കഴിയുമ്പോൾ അതിന്റെ പൂവ് ഇനിഷ്യലി വരുമ്പോൾ നല്ല കുറച്ചും കൂടി ഒരു ഡീപ്പർ യെല്ലോ ആണ്. കുറച്ച് കഴിയുമ്പോൾ പൂവാറാകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഫെയ്ഡഡ് ആവും. ഇത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. ഇത് ആക്ച്വലി ഇതിന്റെ പൂക്കൾ ഏകദേശം നമ്മുടെ സിൽവർ റെഡിന്റെ പോലത്തെ പൂക്കളാണ്. നല്ല ഒരു പ്രത്യേക ഷേപ്പുള്ള പൂക്കളാ. അതിന്റെ കളറും അതെ, ഭയങ്കര ഡീപ്പ് കളറാ. പക്ഷെ ഇറ്റ്സ് നോട്ട് എ ന്യൂ വെറൈറ്റി, കുറച്ച് പഴയ വെറൈറ്റിയാ, കുറച്ച് നാളായിട്ടുള്ളതാണ്. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള. നമ്മളിപ്പോ എപ്പോഴും ഈ ലേറ്റസ്റ്റ് വെറൈറ്റി, ഹൈബ്രിഡ്, ലേറ്റസ്റ്റ് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടും ചില പ്ലാന്റ്സ് ഇപ്പൊ പഴയതാണെങ്കിൽ പോലും കാണാൻ ഭയങ്കര ഭംഗിയാ. അങ്ങനെ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല കളറാണ്. ഇതിനെക്കാട്ടിലും ഒരുപാട് വലിയ പ്ലാന്റ് അപ്പുറത്ത് വേറൊരെണ്ണം ഇരിപ്പുണ്ട്. അത് ആ ഇഷ്ടം കൊണ്ട് ഒരെണ്ണം കൂടെ വാങ്ങിയതാണ്. ഇത് ഗ്ലാബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാ. അതിന്റെ ഒരു വയലറ്റ്, ഡീപ്പ് വയലറ്റ് കളറാ. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ പോലും പ്ലാന്റ് കാണാൻ നല്ല രസമാണ്. ഒരുമാതിരി എന്താ പറയാ, വലിയ ഫ്ലവർ ലീവ്സ് അല്ല, ചെറിയ ലീവ്സ് ആണ്, കുറച്ചിങ്ങനെ ഫോൾഡഡ് ആയിട്ട് നല്ല ഗ്ലോസി ലീവ്സാ. ആ പ്ലാന്റിന് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. പക്ഷെ ആ ഫ്ലവറും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് മെജന്റ ഗ്ലോറി എന്നാ അതിന്റെ പേര്. ഇതും ഈ പറഞ്ഞ പോലെ പൂക്കൾ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇത് ഇങ്ങനെ ഷേപ്പാക്കി നിർത്തിയോണ്ട് നിറച്ചും പൂ അങ്ങ് വന്ന് കവേർഡ് ആവും. ഇതിപ്പോ ആക്ച്വലി പൂക്കൾ കുറച്ച് വന്ന് പോണ ഒരു സ്റ്റേജാ. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം, ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആണ്. മുള്ള് കുറച്ചുള്ളതാണ്, മുള്ളുള്ള പ്ലാന്റ് ആണ്. ഇലകൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല, അത്രയും പൂക്കളായിരുന്നു. അത് മെജന്റ, അത് യെല്ലോ, അത് പീച്ച്, ഇത് മെജന്റ വാരിഗേറ്റഡ്. ടോർച്ച് ബൊഗൻവില്ല പറഞ്ഞതാണോ? അല്ല, ടോർച്ച് ഗ്ലോ എന്ന് പറഞ്ഞ വേറെ. ഇത് 21 ജുവൽസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഇങ്ങനെ ഇലയും പൂവും ഇടകലർന്ന് ഇങ്ങനെ ഇടയില് വരും. ചില വെറൈറ്റീസിൽ പൂ അറ്റത്ത് മാത്രം ബഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് 21 ജുവൽസിന്റെ മെജന്റ വാരിഗേറ്റഡ് ആണ്. ഇതിന്റെ വാരിഗേഷൻ ഇല്ലാത്തൊരു മെജന്റ ഉണ്ട് അപ്പുറത്ത്. ലീഫ് തന്നെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ലീഫ് കാണാൻ പ്ലാന്റ്. ഇത് ഫോമോസയുടെ ഒരു വെറൈറ്റിയാ. ഫോമോസ മിനി എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത, ഇത് ഫ്ലവേഴ്സ് ചെറുതാ, ലീവ്സും ചെറുതാണ്. അപ്പൊ ഒരു പ്രത്യേക ഭംഗിയാ അതിന്റെ. ഈവൻ ഇലയാണെങ്കിൽ ഇല ആ കളറും ആ കോമ്പിനേഷൻ ഭയങ്കര ഭംഗി. പിന്നെ ഇതിന്റെ ഫ്ലവേഴ്സ് ആണെങ്കിൽ കുറച്ചിങ്ങനെ പുറത്തോട്ട് മടങ്ങിയായിരിക്കും നേരെ. അപ്പൊ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിപ്പോ ഫുൾ ഫ്ലവറിങ് ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. അപ്പൊ ഫുൾ ഫ്ലവേഴ്സ് ആകുമ്പോൾ കുറെ കൂടെ ഭംഗിയാണ്. ഇതൊരു നാടൻ വെറൈറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് നാടനാണ്. പക്ഷെ നാടൻ പ്ലാന്റ്സ് അതിനും അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ട് ചിലത്. ഇതൊരു ഭയങ്കര ഭംഗിയുള്ള കളറാ, ഈ മജന്റ കളറ്. ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ നിറച്ചും ഫ്ലവേഴ്സ് ആവും. ഇതും പറഞ്ഞ നമ്മള് ശരിക്കും പ്രോപ്പർ പ്രൂണിങ്ങും അതിന്റെ ബാക്കി കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഹൈബ്രിഡ്സ് പോലെയൊക്കെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ്. ഞാൻ ആദ്യം ഇങ്ങനെ ഗ്രാഫ്റ്റിങ്ങിന് കൊടുക്കണമെന്നെല്ലാം വിചാരിച്ച, പിന്നെ ഞാൻ വിചാരിച്ചത് വെക്കാം കയ്യില്. കാരണം ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു കളറും നല്ലതാണ്. പൂവില്ല. ഇത് റെഡ് ഡോഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാ. ഇതിന്റെ ഇലകൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇത് പൂവില്ലാതെ തന്നെ ചെടി കാണാൻ ഒരു ഇലച്ചെടി പോലെ. അതുപോലെ വലിയ ഇലകളുമാണ്, വലിയ ഇലകൾ. അതിന്റെ പൂക്കളും വലുതാ, മെജന്റ പൂക്കളാണ്, റെഡിഷ് മെജന്റ പൂക്കളാ. ആ പൂക്കളൊരു കുറച്ച് പൂക്കളാണെങ്കിൽ പോലും ഭയങ്കര പൂ നിറയേണ്ട കാര്യമില്ല. കാരണം ഈ ചെടി തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇത് സിൽവർ തായ് ഡിലൈറ്റ്. ഇത് സിൽവർ പോലത്തെ ലീഫാണ്. സിൽവർ തായ് ഡിലൈറ്റ് എന്ന് അതിന്റെ പേര്. ഇതിന്റെ പൂക്കള് വെള്ളമായിട്ട് തുടങ്ങും, പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു, ഇപ്പൊ ആക്ച്വലി അത്രയും പാറ്റേൺ വരുന്നില്ല. കുറെ കൂടെ ഹെവി ആയിട്ട് ഫ്ലവർ നിന്നതാ, ഇപ്പൊ പൂക്കൾ പോയതാ. അതിലൊരു ഇടയിൽ കൂടെ ഒരു പിങ്കിഷ് വയലറ്റ് പിങ്ക് കളർ ഇങ്ങനെ കയറി വരും, ഷെയ്ഡ് കയറി വരും. അപ്പൊ ഒരു അതിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. ഇത് നല്ലൊരു വെറൈറ്റിയാ. ഇത് ജിന്ന ഭാരത് എന്ന അതിന്റെ പേര്. ഇപ്പൊ ഇതിന്റെ ഒരു ഭംഗി കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. കാരണം പൂക്കള് ആക്ച്വലി ഉണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ, ഒരു വയലറ്റ് കളറാണ്. അത് കുറച്ച് ഫെയ്ഡായി, ഇപ്പൊ പോവാറായതാണ്. പക്ഷെ വരുമ്പോ ഹെവി ഫ്ലവറിംഗ് ആ, ഇല കാണാതെ ഫുൾ പോവും.
ആക്ച്വലി ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ റിയൽ ഫ്ലവർ പ്രോമിനന്റ് ആയി നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ശരിക്കും റിയൽ ഫ്ലവർ ബൊഗെൻവില്ലയുടെ. ഈ പുറത്തുള്ള ഈ 3 സാധനങ്ങളും നമ്മൾ ഫ്ലവർ എന്ന് പറയുന്ന കളറുള്ള സാധനം ഫ്ലവർ അല്ല, അതിന് ബ്രാക്ട്സ് എന്നാ പറയാ. ബ്രാക്ട് ഇത് ശരിക്കും ബ്രാക്ട്, ഇതാണ് ഫ്ലവർ. അപ്പൊ ഇതിൽ ഈ ശരിക്കുള്ള ഫ്ലവേഴ്സ് ശരിക്കും കാണാൻ ഒരു പ്രത്യേക ഭംഗി ആണ്. പക്ഷെ ഇതിന് ഭയങ്കര മുള്ള കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി. ഇതിന്റെ പേര് ലേഡി ബേർഡ് എന്നാണ്. ഇതിന്റെ ഇലകൾക്ക് വലിയ പ്രത്യേകത ഇല്ല, പക്ഷെ പൂക്കൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഒരു ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സ് ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഡാർക്ക് പിങ്ക് പോലെ ഇങ്ങനെ ചെറിയ പാറ്റേൺ ഇങ്ങനെ കുത്തുകുത്ത് പോലെ കയറി വരും. അതായത് ഇതിപ്പോ ഏതാണ്ട് ഈ ഫ്ലവർ ഒക്കെ കണ്ടറിയാം, ലേഡി ബേർഡ്. ഇതിപ്പോ ആക്ച്വലി ഫ്ലവർ വന്ന് പോവാൻ തുടങ്ങിയിരിക്കുക, അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫെയ്ഡ് ആയി പോയി. ഇത് 21 ജുവൽസിന്റെ തന്നെ പീച്ചാണ്. നേരത്തെ നമ്മൾ പീച്ച് കണ്ടു, വാരിഗേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഇതിപ്പോ പീച്ച് വാരിഗേഷൻ ഇല്ലാത്തതാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ പൂ പോയിരിക്കണ, അല്ലെങ്കിൽ നിറച്ചും പൂ. അത് ഇത് ഒരു നല്ലൊരു വെറൈറ്റി, അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ല. ഇത് പുതിയ വെറൈറ്റിയാന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു പ്രത്യേകത. ഇതാണ് ശരിക്കും അതിന്റെ റിയൽ ഫ്ലവറിന്റെ റിയൽ കളർ. വളരെ ഒരു ലൈറ്റ് പേർപ്പിൾ, ഒരു വൈറ്റിഷ് പേർപ്പിൾ എന്ന് പറയുവാണെങ്കിൽ. അത് ഫെയ്ഡ് ആയി കഴിയുമ്പോൾ ഇതിപ്പോ പോവാറാകുമ്പോൾ ഫെയ്ഡ് ആകുമ്പോൾ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഫ്ലവേഴ്സ് പോവാറാകുമ്പോ അങ്ങനെ നമ്മൾ പറിച്ചു കളയണം. ചില ചെടികൾ നമ്മൾ പറിച്ചു കളയണം, പക്ഷെ പറിച്ചു കളഞ്ഞാൽ അപ്പൊ തന്നെ അടിയിൽ നിന്ന് വേറെ ഫ്ലവേഴ്സ് വരും. ഇത് മൊണാലിസ റെഡ്, ചിലർ മെജന്റ എന്നും പറയും. മൊണാലിസയുടെ യെല്ലോ, ഇതിപ്പോ വേറെ വെറൈറ്റിയാ. ഇതിന് ഇതേമാതിരി പൂക്കളെല്ലാം ഇലകളെല്ലാം സെയിമാ, മറ്റേതുപോലെ തന്നെ യെല്ലോ പോലെ. പക്ഷെ ഇതിന്റെ പൂക്കളൊരു പ്രത്യേകതയാണ്. അതിന്റെ ഷേപ്പ് ഒരു വല്ലാത്തൊരു ഡിഫറൻസ്. സാധാരണ കോമണി വേറെ ഒരു ബൊഗെൻവില്ലയ്ക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കാണാറില്ല. ഇത് ഒരു പ്രത്യേക ഷേപ്പുള്ള പൂക്കളാണ്. അതും അതിന്റെ ഭയങ്കര ബ്രൈറ്റ് കളറാണ്. അപ്പോൾ ഒരു ബ്രൈറ്റ് മെജന്റ കളറാണ്. അപ്പോൾ മൊത്തം ഫുൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ് അതിന്റെ പ്രത്യേക ഭംഗിയാണ്. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഈവൻ നഴ്സറികളിലെല്ലാം. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ പേര് റെഡ് സെപ്റ്റംബർ എന്നാണ്. ഈ പെട്ടെന്ന് കണ്ട ക്രിസ്റ്റീനയുടെ പോലത്തെ ഫ്ലവേഴ്സ് ആണ്. പക്ഷെ ക്രിസ്റ്റീനിൽ കുറെ കൂടെ ഒരു യൂണിഫോം പാറ്റേൺ ആണ്. ഇതിൽ പാറ്റേൺസ് കുറച്ച് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരും. അത് ക്രിസ്റ്റീനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ആക്ച്വലി ഒരു പഴയ പ്ലാന്റ് ഒരു ഭാഗ്യത്തിന് കിട്ടിയതാ ഒരു നഴ്സറിയിൽ നിന്ന്. അല്ലെങ്കിൽ ഇവൻ വളരെ ചെറിയ തൈകൾ പോലും ഒന്നാമത് ഇത് കിട്ടാനില്ല. വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. അപ്പൊ ഇതെന്തോ ലക്കിന് ഒരു പ്ലാന്റ് കിട്ടിയതാ. ഇത് റോമ വാരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൽ വാരിഗേറ്റഡ് ഫ്ലവേഴ്സും വാരിഗേറ്റഡ് ലീവ്സും. ഈ ഫ്ലവേഴ്സ് ഏകദേശം നമ്മുടെ തായ് ഡിലൈറ്റ്, ഇംപീരിയൽ തായ് ഡിലൈറ്റ് പോലത്തെ ഫ്ലവേഴ്സാണ്, പിങ്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ്, നിറച്ചും ഫ്ലവർ. ഇപ്പൊ ഫ്ലവർ കുറച്ച് പോയിരിക്കുന്ന സമയം. ഇതിന് സിമിലർ ആയിട്ടുള്ള വാരിഗേറ്റഡ് ലീഫും സിമിലർ ഫ്ലവേഴ്സും ഉള്ള വേറൊരു പ്ലാന്റ് ആയത്. ഇത് സ്പ്ലാഷ് ബട്ടർഫ്ലൈ എന്നാണ് അതിന്റെ പേര്. ഫ്ലവേഴ്സ് കളറെല്ലാം സെയിമാ, പക്ഷെ കുറച്ചും കൂടെ കൂർത്ത ഷാർപ്പർ ഫ്ലവേഴ്സാണ്. മറ്റേത് കുറച്ചും കൂടെ വൈഡർ ആണ്. ഇത് കുറച്ചും കൂടെ ഇങ്ങനെ കൂർത്തിരിക്കും. ലീവ്സിന് കുറച്ച് വ്യത്യാസം. മറ്റേതിൽ കൂടുതലും കുറച്ചും കൂടെ ഒരു മഞ്ഞപ്പുണ്ട് റോമ വാരിഗേറ്റഡിൽ. ഇതില് ഇത് കുറവാണ്. അപ്പം പക്ഷെ ഇതും അതെ, നിറച്ചും പൂക്കൾ, എപ്പോഴും പൂക്കൾ അതില്. ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ എല്ലാവരുടെയും കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അതിന്റെ ലീവ്സ് അങ്ങനെ പ്രത്യേകതയില്ല, പക്ഷെ ഒരു ഓർഡിനറി ലീവ്സ്, സാധാരണ ലീവ്സ് പോലെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഫ്ലവേഴ്സ് ഒരു വൈറ്റ് ഫ്ലവർ വന്ന് പിന്നെ അതിൽ കൂടെ പാറ്റേൺസ്, പിങ്കും പല പല കളേഴ്സിൽ ഇങ്ങനെ പാറ്റേൺസ് ആയിട്ട് വരും. അത് ഫുൾ ഫ്ലവർ ചെയ്ത് നിൽക്കണം. ഇതിപ്പോ ഒരു വളരെ പഴക്കമുള്ള ഒരു പ്ലാന്റ്, ഒരു 10, 15, 20 കൊല്ലം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഫുൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എന്താ, നമുക്ക് അത്രയ്ക്കൊരു മാഗ്നിഫിഷ്യന്റ് സൈറ്റാണ്. ഇത് കയാട്ട ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോ പൂക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഇനിഷ്യലി ആ പൂക്കൾ വരുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു പീച്ചിഷ് പിങ്ക് കളറുള്ള ഫ്ലവേഴ്സാണ്. ഭയങ്കര ഭംഗി. അത് എപ്പോഴും ഫ്ലവറിങ് ആണ്. ഇതൊരു വളരെ പഴയ, ഒരു 10, 15 കൊല്ലം പഴക്കമുള്ള ഒരു വളരെ പഴയ ഒരു പ്ലാന്റ് ആണ്. ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ വെറൈറ്റിയാ. ഇപ്പൊ ഇറങ്ങിയത് മഷൂറി. നേരത്തെ കാണിച്ച മഷൂറി ഓറഞ്ച്, ഇത് മഷൂറി പിങ്ക് ആണ്. മഷൂറി ഓറഞ്ചിനെക്കാട്ടിലും ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ഷേപ്പും ഒക്കെ ആയിട്ട്. പൂക്കൾ വിരിയില്ല, ഇങ്ങനെ മൊട്ട് പോലെ നിൽക്കുള്ളൂ. വാരിഗേറ്റഡ് ലീവ്സ് ആണ്. ഇത് ഇപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഈ വർഷം ഇറങ്ങിയ ഒരു വെറൈറ്റിയാണ്. സക്കൂറ ബലാക്കാൻ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ആയി വരുന്നതേ ഉള്ളൂ.
ഇത് വാരിഗേറ്റഡ് ലീവ്സ് ആണ്, ചെറിയ ലീവ്സാണ്, കുഞ്ഞു കുഞ്ഞു ലീവ്സ് ആണ്. അതിന്റെ ഫ്ലവേഴ്സ് ഇപ്പോൾ അത് ഫ്ലവർ ഫെയ്ഡായി. അത് വരുന്ന സമയത്ത് വളരെ ഒരു ലൈറ്റ് പീച്ച് കളർ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്റെ ആ ഫ്ലവേഴ്സിന്റെ ഷേപ്പ്. എങ്ങനെ ഷാർപ്പ് ഫ്ലവേഴ്സ് ആണ്, നിറച്ചും ഫ്ലവർ ചെയ്യും, കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ഇതിപ്പോൾ ഫെയ്ഡായിരിക്കുകയാണ്, ഫ്ലവർ പോകുന്നുണ്ട്. ഇത് സുവർണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഭയങ്കര ഭംഗിയാണ്. ഇതിന്റെ അതായത് യെല്ലോ ആണെങ്കിലും യെല്ലോ അറ്റത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വരും. ഇനിഷ്യലി വരുമ്പോൾ നല്ല യെല്ലോ ഫ്ലവേഴ്സ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് ഭയങ്കര ഹെവി സൺലൈറ്റിൽ, ഭയങ്കര ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നേക്കാളും കുറച്ച് സൺലൈറ്റ് കുറച്ച് കുറവാണെങ്കിൽ ഫ്ലവേഴ്സ് കുറച്ചുകൂടെ ഭംഗിയിൽ നിൽക്കും. ഫുൾ സൺലൈറ്റിൽ വെച്ചാൽ ഫെയ്ഡ് ആവും. അപ്പൊ ചിലപ്പോൾ ഇത് ഫുൾ വൈറ്റ് ആയിട്ട് മാറും ഫ്ലവേഴ്സ്. സുവർണ അതിന്റെ പേര്. ഇപ്പൊ ഇറങ്ങിയ ഒരു പ്ലാന്റ് ആണിത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി വൈറ്റ് കളറാണ്. ഹവായിൻ വൈറ്റ് എന്നതിന്റെ പേര്. വെരിഗേറ്റഡ് ലീവ്സിൽ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആണ്. ഇത് ഫുൾ പൂക്കള, എപ്പോഴും പൂക്കളാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് പൂക്കൾ പോയി കഴിയുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് മുട്ടുകൾ വിരിഞ്ഞ് ഫുള്ള്. അപ്പൊ എപ്പോഴും പൂക്കൾ നിറഞ്ഞേക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പഴക്കമുള്ള ഒരു പ്ലാന്റ്, ഹവായിൻ വൈറ്റ്. ഇതിന്റെ തന്നെ പേർപ്പിൾ കളറാണ് ഇത്, ഹവായിൻ പേർപ്പിൾ എന്ന് പറയും. ഇതിപ്പോ വേറെ രീതിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതും ഈ പറഞ്ഞ പോലെ എപ്പോഴും പൂക്കളാണ്. അതായത് പൂക്കൾ ഒരു സെറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പൂക്കൾ ലാസ്റ്റ് ചെയ്യും, വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അടുത്ത മുട്ടുകൾ ഇങ്ങനെ ഫുൾ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഇത് ക്രൈങ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു റെയർ വെറൈറ്റിയാണ്. ഇതിന്റെ ഒരു വലിയ ഫ്ലവറും ലീഫും ആയിട്ടുള്ള ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. അത് വളരെ കോമൺ ആണ്, എല്ലാവിടെയും കാണാം. ഇത് പക്ഷെ അതിന്റെ ചെറിയ മിനിയേച്ചറാണ്. പൂക്കളും ചെറുതാണ്, ഇലകളും ചെറുതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്ലോ ഗ്രോയിങ് ആണ്. പക്ഷെ ഫുൾ ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കും. ഇതിപ്പോ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിന്റെ തന്നെ റൂട്ടഡ് പ്ലാന്റ് ഉണ്ട് ഇവിടെ. പക്ഷേ റൂട്ടഡ് ആയാലും ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ വളർച്ചയുണ്ട്. പക്ഷെ റൂട്ടഡ് പ്ലാന്റ് വളരെ സ്ലോ ഗ്രോയിങ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ സെൻസിറ്റീവ് ആണ്. നമ്മള് മഴയത്ത് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ മഴക്കാലത്ത് ഇത് പുറത്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് 2 ചെടിയും അതിന്റെ പകുതിയോളം പോയതാ. എന്നിട്ട് അത് റിക്കവർ ചെയ്ത് വന്നതാ ഇപ്പൊ. കാരണം എന്നിട്ട് ഞാനത് മാറ്റി വെച്ചു, ഷെഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇത് 2 രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മഴയത്ത് വെച്ചിരുന്ന ചെടി പോകും. പൊതുവെ ഈ വാരിഗേറ്റഡ് ലീവ്സ് ഉള്ള ബൊഗേൻവില്ലാസ്, വാരിഗേറ്റഡ് ലീവ്സ് ഉള്ള അതിന് ചൂടും വെയിലുമാണ് വേണ്ടത്. വെള്ളം ഇപ്പൊ നമ്മൾ 2-3 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിനൊന്നും പറ്റില്ല. മറ്റേതുപോലെ ഇങ്ങനെ വാടി തൂങ്ങില്ല. ഇതങ്ങനെ ഇരുന്നോളും. അപ്പൊ വാരിഗേറ്റഡ് ലീവ്സ് മെൻ ഫോർ കുറച്ചുകൂടെ സ്റ്റേഡിയ, വെയിലും ചൂടും. പക്ഷെ അതേ സമയത്ത് മഴക്കാലം വന്നാൽ പ്രോബ്ലം. അത് മഴയത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോ വളരെ പഴക്കമുള്ള ചെടിയാ. നോർമലി എങ്ങനെ വെച്ചാൽ ബൊഗേൻവില്ലാസ് നമ്മള് ഇനിഷ്യലി വാങ്ങുമ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ചെറിയ തൈയോ അല്ലെങ്കിൽ 1-2 കൊല്ലം പഴക്കമുള്ള ചെടികളാണെങ്കിൽ നമ്മളത് മഴയത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം മഴക്കാലം വരുമ്പോൾ, ഇല്ലെങ്കിൽ ചെടി അടിച്ചു പോകും. കുറച്ച് പഴകി കഴിഞ്ഞാൽ ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല, ഈവൻ ഹൈബ്രിഡ്സ് പോലും. പക്ഷെ എന്നാൽ പോലും ചില പ്ലാന്റ്സ് വളരെ സെൻസിറ്റീവ്. അത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. അത് നമ്മൾ മനസ്സിലാക്കി അത് എടുത്ത് പ്രൊട്ടക്ട് ചെയ്താൽ കൊള്ളാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെടി. എനിക്ക് അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ളത് ഡെഫിനറ്റ്ലി കുറച്ച് സെൻസിറ്റീവാണ്. ഈ ഹവായിൻ പേർപ്പിൾ ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ നമ്മളത് കെയർഫുൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് ടാങ്ലോങ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ചെടിയാണ്. ടാങ്ലോങ്ങിന്റെ റെഡ് ആണ് ഇത്. ഈ വർഷം ഇറങ്ങിയ പ്ലാന്റ്, എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള ഈ വർഷമാണ്. പൂക്കൾ വിരിയില്ല, ഇങ്ങനെ മുട്ട് പോലെ നിൽക്കുകയുള്ളൂ. നിറച്ചും പൂക്കൾ ഉണ്ടാവും ചെയ്യും, അത് കുറച്ച് ലാസ്റ്റ് ചെയ്യും ചെയ്യും. നല്ല പ്ലാന്റ് ആയത് ടാങ്ലോങ്. ഇത് ടാങ്ലോങ്ങിന്റെ പിങ്ക് ആണ്. ഇതും വളരെ ഭംഗിയുള്ള പൂക്കളാണ്. സെയിം അതിന്റെ ഇലകളും പൂക്കളും എല്ലാം സെയിം, മുട്ടുപോലെ നിൽക്കുള്ളൂ, വിരിയില്ല. ഇതിന്റെ ഒരു പേർപ്പിൾ ഉണ്ട്, പക്ഷെ പേർപ്പിൾ ഇത്രയും ഭംഗിയില്ല, അതും പൂക്കൾ കുറവാണ്. ഇത് ടാങ്ലോങ്ങിന്റെ തന്നെ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. ഇതില് നല്ല ബ്രൈറ്റ് റെഡ് പൂക്കളാണ്, പക്ഷെ ഒരു പ്രോബ്ലം ഫ്ലവേഴ്സ് കുറവാണ്. മറ്റേത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിൽ അത്രയും ബഞ്ചായിട്ടുണ്ട്, പക്ഷെ ഉള്ളത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് ഒരു പുതിയ വെറൈറ്റിയാണ്, ഗോൾഡൻ സൺഷൈൻ അതിന്റെ പേര്. ഒരു 2-3 കൊല്ലമായിട്ടുള്ള ഇറങ്ങിയിട്ട്. ഇത് നാടൻ പോലത്തെ ഒരു ഗ്രോത്ത്, ഹൈബ്രിഡ് ആണ്, പക്ഷേ വിഗറസ് ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ്. നിറയെ മുള്ളൊക്കെയാണ്. അപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഫെയ്ഡ് ആയിട്ട് നിൽക്കുക, പൂ വന്ന് പോവാറായിട്ട് നിൽക്കുകയാണ്. ഇത് ഒരു 5 കളേഴ്സ് മാറിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇനിഷ്യലി യെല്ലോ ആണ്. അതും വെറും യെല്ലോ അല്ല, ഉള്ളിൽ കൂടെ കുറച്ച് പാറ്റേൺസ് ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ദ പ്രോബ്ലം ഈസ് ഫ്ലവറിങ് കുറവാണ്. ഫ്ലവേഴ്സ് ചിലപ്പോൾ അറ്റത്ത് മാത്രം ബഞ്ചായിട്ട് ഉണ്ടാവുള്ളൂ. ഹൈബ്രിഡ്സ് പോലെ, മറ്റേ സാധാരണ ഹൈബ്രിഡ്സ് പോലെ അങ്ങനെ ഫ്ലവറിങ് കുറവാണ്, പക്ഷെ ഉള്ള ഫ്ലവേഴ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്.
കുറച്ച് പ്ലാന്റ്സ്, ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയാനില്ല, അത് പ്ലാന്റിന്റെ പ്രത്യേകത അതിങ്ങനെ കമ്പുകൾ, നേരിയ കമ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ്. ഇതിപ്പം ഫ്ലെയിം റെഡ് ആണ്, ഇത് സൺസെറ്റ് വൈറ്റ് സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ശരിക്കുള്ള കളർ ഇതാണ്. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഫെയ്ഡായി, ഇത് ഫ്ലവർ പൂവാറാകുമ്പോൾ ഫെയ്ഡായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലവേഴ്സ് എല്ലാം പറിച്ച് കളയണം. ഇത് പറിച്ച് കളഞ്ഞാലേ അടുത്ത സെറ്റ് ഫ്ലവേഴ്സ് വരുള്ളൂ. ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ്, എല്ലാവിടെയും ഇപ്പോൾ ഉണ്ട്. റൂബി ഹൈബ്രിഡ് ആണെങ്കിലും കോമൺ ആണ്, എല്ലാവിടെയും ഉണ്ട് റൂബി റെഡ്. ഇത് ഹവായിൻ വൈറ്റിൻ്റെ പ്ലാന്റ്. അപ്പോൾ അവിടെ വലിയ പ്ലാന്റ് കാണിച്ചു, ഇപ്പോൾ അതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്, എപ്പോഴും പൂക്കൾ ഉണ്ടാവും ഇതിൽ. ഇത്രയും വലിയൊരു ഫിംഗർ പാം ഞാൻ കണ്ടിട്ടില്ല. എന്നെ കാണുന്ന ആരെങ്കിലും ഇത്രയും വലുത് കണ്ടിട്ടുണ്ടാവോ? ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതുപോലെ ഇതിന്റെ പോട്ട് നോക്കി 30 ഇഞ്ച് പോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഡോക്ടറുടെ മിക്ക എല്ലാ ചെടികളും തന്നെ ആ പോട്ടിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല വലിപ്പമുള്ള പോട്ടിൽ ചെടികൾക്ക് ആവശ്യാനുസരണം വളർന്ന് പന്തലിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഡോക്ടർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് റിജിൻ സ്റ്റാർ പിങ്ക് എന്ന് അതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ്, വലിയ ഫ്ലവേഴ്സാണ്. ലീവ്സ് ഒരു കുറച്ച് ഗ്ലോസി ലീവ്സ് ആണ്, പക്ഷേ ആ ഡാർക്ക് ഗ്രീൻ ഗ്ലോസി ലീവ്സിൽ ഈ ഫ്ലവേഴ്സ് കാണാൻ പ്രത്യേക ഭംഗിയാണ്. നിറച്ച് ഫ്ലവർ, ഇത് കുറച്ച് ഫ്ലവേഴ്സ് മാറുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് വേറെ ഫ്ലവർ ഇത് വന്നോളൂ. എപ്പോഴും ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇത് ഭയങ്കര മുള്ളാണ്. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഇത് എല്ലാവരുടെയും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ഫയർ ഒപ്പാൽ ഓറഞ്ച് എന്നാണ്. പക്ഷെ പൂക്കള് ഭയങ്കര ഭംഗിയാണ്. പ്ലാന്റ് പൂക്കള് അതിങ്ങനെ ഒരു എന്താ പറയുക, സൺലൈറ്റിന്റെ ഓപ്പോസിറ്റ് നമ്മൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അതിന് അഗൻസ്റ്റ് ആയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി, അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഫയർ ഒപ്പാൽ എന്ന് പറയുന്നത്. ഇതിന്റെ റെഡ് ഉണ്ട്, സെയിം ഫാമിലിയിൽ വരുന്ന ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ്, അതും അതിന് ഫ്ലെയിം എന്ന് പറയാൻ കാരണം അതാണ്. ഇത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാ. ചില്ലി വെറൈറ്റീസിൽ യെല്ലോ കളറ്. ഇതില് ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹൈബ്രിഡ് യെല്ലോവും നാടൻ യെല്ലോവും തമ്മിലുള്ള വ്യത്യാസം, ഇതിനൊരു ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ആണ്. അതിന്റെ മറ്റേ നാടനാകുമ്പോൾ ഇത്രയും ബ്രൈറ്റ്നെസ് ഇല്ല കളേഴ്സിന്. അതിന്റെ റെഡ് ആയാലും ശരി, യെല്ലോ ആയാലും ശരി, പിന്നെ ചില്ലി ഐസ്ക്രീം ആണെങ്കിലും എല്ലാവരും അതിന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. പിന്നെ ഇത് ഫെയ്ഡ് ആവുമ്പോൾ കുറച്ച് പൂവാറാകുമ്പോൾ കൊഴിഞ്ഞു പൂവാറാകുമ്പോൾ മാത്രമേ കുറച്ചിങ്ങനെ ഫെയ്ഡഡ് ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റാ. ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ലീവ്സിന് വലിയ പ്രത്യേകതയില്ല, പക്ഷെ ഫ്ലവേഴ്സ് നല്ലൊരു 2-3 കളേഴ്സ് ഇങ്ങനെ മാറി വരും. അത് വരുമ്പോൾ ഒരു കളറാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈറ്റ് വയലറ്റും ഒരു പേർപ്പിളും എല്ലാം കയറി വരും, ഒരു വൈറ്റിഷ്. മൊത്തത്തിൽ ഇതിപ്പോൾ ആക്ച്വലി പൂ പോയിരിക്കുന്ന ഒരു സമയമാണ്. അത് ശരിക്കും ഫ്രഷ് ആയിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പേഷ്യൻസ് പ്ലാന്റ്സ് ഒന്ന് നോക്കിക്കേ, പിയിൽ തുടങ്ങുന്നു, എസ്സിൽ അവസാനിക്കുന്നു. ഇവിടെ പേഷ്യൻസും പ്ലാന്റ്സും 2 കൈ കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന 2 ഡോക്ടേഴ്സിനെയാണ് നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ക്രേസി ഗാർഡനിങ്ങിന് ഇത്ര നല്ലൊരു വീഡിയോ കിട്ടിയതിലും ഈ ചെടികളെ കാണാൻ പറ്റിയതിലും. പോകാൻ തോന്നുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ലൈറ്റൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ വന്നതിൽ ഡോക്ടറിന് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? എനിക്ക് സന്തോഷമാണ്, കാരണം ചെടികളെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ട് ആരെങ്കിലും വരുമ്പോൾ അവരോട് വർത്തമാനം പറയാൻ എത്ര മണിക്കൂറുകളോളം വേണമെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കാം. അപ്പൊ ഒരുപാട് പറയാണ്ട്, ഓരോ ചെടി വെച്ചിട്ട് അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് വർത്തമാനം. അത് പറയാൻ മടിയില്ല, സന്തോഷമാണ്, ഒരു മടുപ്പില്ല. അപ്പൊ നിങ്ങൾ വന്നാലും സന്തോഷം. ഇപ്പൊ ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് വേറെയും നേരത്തെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് കുറെ എനിക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നി കുറെ കൂടെ. കാരണം നിങ്ങൾക്കും അതില് അത്രയ്ക്ക് ആ വരുന്ന ആള് പാഷനേറ്റ് ആണെങ്കിൽ
നിങ്ങൾക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കും അത് തന്നെയാണ് തിരിച്ചും പറയാനുള്ളത്. എനിക്ക് ചെടികൾ ജീവനാണ്. ഇവിടെ വന്നപ്പോ ഡോക്ടറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. കാരണം ഡോക്ടറും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ചെടീനെ കുറിച്ച് അധികം ജ്ഞാനമില്ലാത്ത ഒരാള്, വലിയ ഒരു അഭിരുചി ഇല്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല. അപ്പൊ അവര് കുറച്ച് ഫോമലായി പോകും. ഇതിപ്പോ അങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ നമ്മളങ്ങ് അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുക, അങ്ങനെ വർത്തമാനം പറയുമ്പോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഞാൻ ഈ വീഡിയോ ചെയ്താൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ എൻജോയ് ചെയ്തു. അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു ബോറിംഗ് ആയിട്ടോ അങ്ങനെ ഒന്നും തോന്നില്ല. ഐ വാസ് എൻജോയിങ് തറലി. താങ്ക് യു ഡോക്ടർ. ഇനി ഒരു പുതിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഡോക്ടർ സൂരജിന്റെ വൈഫ് ഡോക്ടർ മിന്നു സൂരജ്. അപ്പൊ മാമിന് ഇഷ്ടപ്പെട്ട ഒരു ചെടിയും കൂടി നമുക്കൊന്ന് കാണണ്ടേ? മാമിന് ഇഷ്ടമുള്ള ഒരു ചെടി ഒന്ന് കാണിച്ചതാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി മിസ് വേൾഡ് ആണ്. മാം അതുപോലെ ഒരു സുന്ദരി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ മിസ് വേൾഡിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എന്റെ ഫേവറേറ്റ്. ഞങ്ങൾ ഒരുപാട് ആദ്യം ഇത് നഴ്സറിയിൽ ഒരു കോതമംഗലത്തെ ഒരു നഴ്സറിയിലാണ് ഞങ്ങൾ അത് ആദ്യമായിട്ട് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങളുടെ തരാനില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് കുറെ നഴ്സറികൾ ഇറങ്ങി. പിന്നെ ആ ചേട്ടൻ എന്റെ ചോദ്യം കണ്ടിട്ട് അവസാനം ചേട്ടൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരു ലേഡി കൊടുക്കുന്നുണ്ട്, അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ ചെറിയൊരു ചെടി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. അതാണ് അത് അപ്പുറത്തായിരിക്കണത്. ഇതത് കഴിഞ്ഞിട്ട് പിന്നെ വേൾഡിന്റെ ഒരു 3-4 പ്ലാന്റ് ശരിക്കും നല്ല ഭംഗിയാണ് അതിന്റെ പൂവിന്റെ ഓർക്കിഡ് വെറൈറ്റി അന്ന് അതിന്റെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിങ്കും വൈറ്റും കൂടെ ആ ഷെയ്ഡ് വരുമ്പോ നല്ല രസമാണ്. അത് എവിടെ നിൽക്കണം കണ്ടാലും നമ്മളൊന്നും ശരിക്കും എന്തായാലും മാമിന്റെ സെലക്ഷൻ സൂപ്പറാണ്. ആക്ച്വലി മിന്നു പറഞ്ഞിട്ടാണ് ഇവിടെ ഈ പരിപാടി തുടങ്ങിയത് തന്നെ. മിന്നുവാണ് ആദ്യം നമുക്ക് 2 ബൊഗൈൻവില്ല വാങ്ങിയാലോ എന്നും പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങി കഴിഞ്ഞപ്പോ പിന്നെ വാങ്ങി ഇത്രയും ബൊഗൈൻവില്ലയിൽ ഒരുപാട് ഇത്രയും വെറൈറ്റീസ് വേറെ ഒരു പ്ലാന്റിലും ഇത്രയും ഇല്ല. അതിന്റെ പ്രത്യേകത, ഇതിനോട് ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ ഇത് വെറൈറ്റീസ് ഒരുപാടുണ്ട്. അത് ഫ്ലവേഴ്സിന്റെ പാറ്റേൺസ്, കളേഴ്സ്, ലീവ്സ് വെച്ചിട്ട് പലത്, പ്ലാന്റിന്റെ ഷേപ്പ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതില് അതൊന്ന്. പിന്നെ ഈ ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ റോസ് ഒക്കെ ആണെങ്കിൽ ഏത് ഫ്ലവർ ആണെങ്കിൽ വന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 3-4 ആഴ്ച ഫ്ലവേഴ്സ് ഉണ്ട്. അത് നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഹോൾ സമ്മർ സീസൺ. ഒരു 6-7-8 മാസം വരെ, ഭാഗ്യമുണ്ടെങ്കിൽ 8 മാസം വരെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 months ഇയർ നമുക്ക് ഇത്രയും ഫുൾ കളേഴ്സാ. അതുകൊണ്ട് നമുക്കിത് എന്താ പറയാ, അങ്ങനെ വാങ്ങി ഒരുപാടായി. മനസ്സിന് തണുപ്പാണ്. അല്ല, അതൊരു കാര്യമാണ്. നമ്മൾ ഈ കൊടുവേനലിൽ ഇത്രയും ചൂട് നിന്നുള്ളപ്പോ ഉള്ളൊരു ആശ്വാസം, ഒരു കുളിരത്. നടക്കുമ്പോ തന്നെ നമുക്ക് ആബ്സല്യൂട്ട്ലി അത് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് നമ്മളെ മനസ്സ് ശാന്തമാക്കും. ഇപ്പൊ പുറത്ത് ചൂടാണെങ്കിലും നമ്മുടെ ഉള്ളില് ഡോക്ടറെ, ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇത്രയും ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടറിന് ഈ പരിചരണ രീതികളും ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അല്ല, ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ബൊഗൈൻവില്ല എന്തായാലും ഫ്ലവേഴ്സ് തരും നമുക്ക്. അതിപ്പോ നമ്മള് ഒരുപാട് പരിചരണം വേണ്ട ഒരു പ്ലാന്റ് അല്ല. ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫ്ലവേഴ്സ് കുറച്ച് കൂടുതൽ ഉണ്ടാവാനും ആ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കാനും എല്ലാവർക്കും അതാണ്. ഇപ്പൊ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണാനുള്ള രസം. പിന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിനും അതെ, ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും കെയർ ചെയ്ത പ്ലാന്റ് ഹെൽത്തി ഫ്ലവേഴ്സ് ഹെൽത്തി ആയിട്ട് വരും, കൂടുതൽ ഫ്ലവേഴ്സ് വരും. അപ്പൊ അതിന് കുറച്ച് എന്താ പറയാ, കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ കാര്യം സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്ത് ചെയ്താലും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. നമ്മൾ വളം കൊടുത്താലും എന്ത് ചെയ്താലും സൺലൈറ്റ് ആണ് പ്രൈമറി ഇമ്പോർട്ടന്റ് തിങ്. പിന്നെ വാട്ടർ മാനേജ്മെന്റ് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഒരുപാട് വെള്ളം കൊടുക്കാൻ പാടില്ല. ഇതിപ്പോ നമ്മള് മഴക്കാലം കഴിയാറാകുമ്പോൾ പൂ ഉണ്ടായി തുടങ്ങുന്നത് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് നമ്മള് തൊട്ട് നമ്മള് ഇതിനെ പതുക്കെ പ്രൂൺ ചെയ്ത് വെക്കണം. അതായത് അതുവരെ നമ്മള് ഇപ്പൊ മഴയത്ത് എന്തായാലും വെള്ളം കൊള്ളുന്നതാണ്, വെള്ളം കൊള്ളും. അതിന് മുമ്പ് ഇപ്പൊ പൂ ഉണ്ടാവുന്നതിന് തൊട്ടിട്ട് നമ്മൾ കുറച്ച് അധികം വെള്ളം കൊടുക്കരുത്. പൂ ഉണ്ടാവാൻ തുടങ്ങുന്നവരെ. പൂ ഉണ്ടായി കഴിഞ്ഞ് ഇപ്പൊ ഫ്ലവറിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം വേണം. അപ്പൊ ആ വെള്ളം പോലും നമ്മൾ നിയന്ത്രിച്ച് കൊടുക്കണം. ഒരുപാട് കൊടുക്കാൻ പാടില്ല. കാരണം ബൊഗൈൻവില്ലയ്ക്ക് അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട. അപ്പം പോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്ന രീതിയിൽ വേണം പോട്ട് ചെയ്യാൻ. വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിൽ പോട്ട് ചെയ്താൽ പലപ്പോഴും വേര് ചീവും, ചെടി ചീത്തയാവും, ഫ്ലവേഴ്സ് കുറവായിരിക്കും. അപ്പൊ വെള്ളം, സൺലൈറ്റ്, പിന്നെ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇപ്പൊ മഴക്കാലത്ത് നമ്മൾ ചെടി ഹെൽത്തി വളരാൻ വേണ്ടി നമ്മൾ അതിനെ കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്യും.
ഹാർഡ് പ്രൂണിംഗ് എന്നാ പറയാ. അങ്ങനെ കട്ട് ചെയ്ത് ചെടി നന്നായിട്ട് നല്ല ഇതാക്കി വരുത്താൻ നല്ല ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ കൂടുതലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. ആ സമയത്ത് ചെടി വളരാൻ നൈട്രജൻ വേണം. ഏത് ചെടിയായാലും നൈട്രജനാണ് വേണ്ട. അപ്പൊ നൈട്രജൻ ഇപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടിയിലുണ്ട്, പക്ഷെ എല്ലുപൊടിയിൽ കൂടുതൽ ഫോസ്ഫറസ് ആണ്. അപ്പൊ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. എന്നിട്ട് പ്ലാന്റിനെ ഹെൽത്തി ആക്കി റെഡിയാക്കി നിർത്തുക അടുത്ത ഫ്ലവറിംഗ് സീസണിന് വേണ്ടി. ഫ്ലവറിംഗ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വെള്ളമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് ഇതേമാതിരി നമ്മൾ അതിൻ്റെതായിട്ടുള്ള വളങ്ങളുണ്ട്, NPK വളങ്ങൾ, അതായത് ഫോസ്ഫറസും പൊട്ടാഷ്യവും കൂടുതലുള്ള വളങ്ങൾ വേണം. അപ്പോൾ നൈട്രജൻ കുറവുള്ളത് അങ്ങനത്തെ വളങ്ങൾ നമ്മൾ പല മാർക്കറ്റിൽ ഒരുപാട് ഉണ്ട് കോമ്പിനേഷൻസ്, കുറെ റേഷ്യോസ് ഉണ്ട്. അത് പലരും പല നഴ്സറിക്കാരോട് വെച്ചാൽ പലരും പലതും പറയും. അപ്പൊ നമ്മളത് പരീക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ ഞാനിവിടെ 2020 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുക്കാറുണ്ട്. അതിൽ എല്ലാം ഈക്വൽ കണ്ടന്റ് ആണ്. പിന്നെ 19 സ്പ്രേ അടിച്ചു കൊടുക്കാറുണ്ട് ഇലയിൽ കൂടെ, ചോട്ടുകൂടെ 2020 ഇട്ട് കൊടുക്കും. പിന്നെ എല്ലുപൊടി ത്രൂ ഔട്ട് ദി ഇയർ കൊടുക്കാൻ പറ്റുന്ന വളമാണ്. ഈ എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട്, ഓർഗാനിക് ആണ്, നാച്ചുറൽ ആണ്. എല്ലുപൊടി ഒരു നല്ല, ഇപ്പൊ എല്ലുപൊടി മാത്രം വെച്ചിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ കുറച്ച് അഡീഷണൽ ഇതിന് വേണ്ടി നമുക്ക് NPK എല്ലാം കൊടുക്കാം. അപ്പോൾ അത് ഒരു റെഗുലർ ബേസിസ് വേണം. പിന്നെ പ്രൂണിങ് നമ്മൾ ഹാർഡ് പ്രൂണിങ് മാത്രമല്ല, ഈ സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പ്രൂണിങ്, അതായത് ടിപ്സ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ പൂക്കൾ വന്നു, ആ പൂക്കള് പോയി കഴിഞ്ഞാൽ, ഈ അറ്റത്ത് പൂക്കൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് കയറ്റി കട്ട് ചെയ്യില്ല, കുറച്ച് കട്ട് ചെയ്തൊരു പ്ലാന്റ്. ഇപ്പൊ 2 അഡ്വാൻറ്റേജസ്. ഒന്ന്, പ്ലാന്റ് ഷേപ്പ് ആയിട്ട് നിൽക്കും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നെല്ലാം പൊട്ടിമുളച്ച് അതിലെല്ലാം പൂക്കൾ ഉണ്ടാവും. അപ്പൊ പ്രൂണിങ് നമ്മള് ഇമ്പോർട്ടന്റ് ആണ്. പ്രൂൺ ചെയ്താൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. പ്രൂണിങ് വേണം, വളമിടൽ വേണം, സൺലൈറ്റ് നന്നായിട്ട് വേണം, പ്ലസ് വെള്ളം ആവശ്യത്തിന് ഒരുപാട് കൊടുക്കരുത്. അപ്പൊ അതാണ്. അപ്പൊ പിന്നെ നമ്മൾ പ്ലാന്റ് പ്രൊട്ടക്ട് ചെയ്യണം. ചില പ്ലാന്റ്സ് ഞാൻ പറഞ്ഞ പോലെ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ളത് കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പൊ അത് നമ്മൾ മഴക്കാലത്ത് കുറച്ച് ഷെയ്ഡിലേക്ക് അധികം മഴ കൊള്ളിക്കാതെ വെച്ചാൽ അടുത്ത സീസണിൽ ഇറ്റ് ഗിവ്സ് യു മോർ ഫ്ലവേഴ്സ്. പിന്നെ എത്രയധികം ബൊഗൻവില്ലകൾ ഇവിടെ ഉണ്ട്, എത്ര വെറൈറ്റീസ് ഉണ്ട്, ഒരുപാടുണ്ട്, എണ്ണിയാൽ നമുക്ക് പറ്റുന്നില്ല. ഡോക്ടർക്ക് ഏകദേശം ഒരു കണക്കറിയാവോ? ഇവിടെ ബൊഗൻവില്ല പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു 125-130 പ്ലാന്റ്സ് കാണും. അത് മിക്കവാറും എല്ലാം വലിയ വലിയ ചട്ടികളിലാണ്. ഞാൻ ചില പൊതുവെ എനിക്ക് വലിയ ചെടികളും വലിയ, അപ്പൊ ഞാൻ മീഡിയം സൈസ് പ്ലാന്റ് ആണെങ്കിൽ വലിയ ചട്ടിയിലേക്ക് ആക്കും. അപ്പോൾ ഒരു 120-130 പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഒരു 100ഓളം വെറൈറ്റീസ്. ആ 100 വെറൈറ്റീസിൽ ഒരു 90 മേലെ ഹൈബ്രിഡ്സ് ആണ്. നാടൻ വെറൈറ്റീസ് കുറച്ചേ ഉള്ളൂ, കൂടുതൽ ഹൈബ്രിഡ്സ് ആണ്. അപ്പൊ ഇത് ഓവർ ടൈം ഞാൻ പറഞ്ഞില്ല, ഈ 2 കൊല്ലം കൊണ്ട് തന്നെയാണ് കളക്ട് ചെയ്തത്. നമ്മൾ ഒരു നഴ്സറിയിലോ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചെടികൾ ഒന്നിച്ച് കിട്ടില്ല. അപ്പൊ ഇത് എന്താ പറയാ, പതുക്കെ പതുക്കെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെയാണ്. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇത് ബൊഗൻവില്ലയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില നഴ്സറീസ് ഉണ്ട്. ചില ആൾക്കാർ, ചിലർ വീട്ടിൽ ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതും അങ്ങനെയുള്ളവരുണ്ട്. വലിയ നഴ്സറീസ് ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ എല്ലാം പോയിട്ട് ചിലപ്പോൾ നമുക്ക് ഭാഗ്യത്തിനായിരിക്കും ചിലപ്പോൾ ഒരു എവിടെയും കിട്ടാത്തൊരു ചെടി ചിലപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടിയെന്ന് വരും. അപ്പൊ അങ്ങനെ പോയി ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരേണ്ടി വരും. നമ്മൾ പോയാലും ചിലപ്പം നമുക്ക്, പക്ഷെ എന്നാൽ പോലും ചെടികൾ കാണാൻ വേണ്ടി പോകാൻ ഒരു സന്തോഷമാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള ചെടികളൊക്കെ കണ്ട് നമുക്ക് ഒരു എന്താ പറയാ, ഒരു സിനിമ കാണാൻ പോകുമ്പോൾ കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ് പല പല ചെടികളെ കാണുന്നത്. അതുപോലെ തന്നെ ബൊഗൻവില്ലകൾ മാത്രമല്ല കേട്ടോ, വേറെയും വെറൈറ്റീസും ഒക്കെ ഉണ്ട്, അത് നമുക്ക് കാണാം.